3:30 ആകുമ്പോൾ കിരൺചേട്ടൻ പോവും. കിരൺചേട്ടൻ പോണേക്കാളും മുന്നേ ഒരു ചായ അത് നിർബന്ധം, അത് ഉണ്ടാക്കി കൊടുക്കൂട്ടെ ഞാൻ. അത് കഴിഞ്ഞ് കിരൺചേട്ടൻ പോയി കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ പോയിട്ട് കുറച്ച് പാത്രം ഉണ്ടാവും കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പാത്രം ഇരുന്ന് കഴുകും. പിന്നെ കുറേ പേരൊക്കെ ചോദിക്കും, നിനക്ക് എന്താ അവിടെ പണി, അവിടെ ഒരു പണിയില്ലല്ലോ, നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കും. നാട്ടിൽ എന്തൊക്കെ പണി എടുക്കണോ അതൊക്കെ നമ്മൾ ഇവിടെയും എടുക്കണുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്നല്ല. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാനായിട്ട് ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. പിന്നെ നമ്മുടെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതെന്തായാലും അലക്കി ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു നാരങ്ങ പൊളിച്ച് കഴിച്ചു കേട്ടോ. എന്താണാവോ ഭയങ്കര ദാഹാർന്നു. അപ്പോൾ പിന്നെ ഒരു നാരങ്ങ കഴിച്ചു. പിന്നെ ഞാൻ റൂമിൽ വന്ന് കിടന്നേറ്റ് പോയാൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബെഡിൻ്റെ ഒരു കോലം. പിന്നെ എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് എപ്പോഴും കിടക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒതുക്കി പറക്കി ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് കട്ടിലൊക്കെ വൃത്തിയാക്കി പിന്നെ നമ്മൾ അടിച്ചു വാരാനൊക്കെ തുടങ്ങും കേട്ടോ. അടിച്ചു വാരാനേക്കാളും മുന്നേ നമ്മൾ അലക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കാലത്ത് അലക്കിയത്. അപ്പോൾ അത് മടക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാനവിടെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് പണിയെടുക്കാനായിട്ട്. പിന്നെ ഇതിൽ കൂടുതലും ഡ്രസ്സ് കിരഞ്ഞാൻ്റെ ആയിരിക്കും. കിരഞ്ഞാട്ട ഒന്നിടും, പിന്നെ വീണ്ടും അവിടെ മുഷിഞ്ഞിടും. അപ്പോൾ എനിക്ക് ഈ മുഷിഞ്ഞ് കൊടുക്കണമെന്നൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഷിഞ്ഞത് വേഗം പോയി അലക്കിയിടും. പിന്നെ 7 മണിക്ക് ഞാൻ പ്രാർത്ഥന എത്തിക്കും. അതിന് മുന്നേ എനിക്കൊന്ന് അടിച്ചു വാരിയിടണം, അത് നിർബന്ധം. അടിച്ചു വാരിയിടും. പിന്നെ രാത്രിക്കുള്ളതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് വന്നാൽ നേരെ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും. പ്രാർത്ഥന എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 8 മണി ആയി കഴിഞ്ഞാൽ പിന്നെ കിരൺചേട്ടൻ വന്നാൽ പിന്നെ കിരൺചേട്ടൻ ഡിന്നർ കഴിക്കും. ചപ്പാത്തി മിസ്റ്റു ആയിരുന്നു എന്ന് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബിഗ് ബോസ് കാണും. ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. എന്നും ബിഗ് ബോസ് കാണും. ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോകും. അപ്പോൾ ഗുഡ് നൈറ്റ്.